ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചിക്കു ചാൻസ് ചാനൽ ആൻഡ് അനദർ എപ്പിസോഡ് ഓഫ് ചിക്കു ചാൻസ് ചാനൽ. ഇന്ന് ഞാൻ വ്ലോഗ് എടുക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഐ എം ഗോയിങ് ബാക്ക് ടു കേരള. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. പഞ്ചാബിൽ എൻ്റെ എക്സാംസ് കഴിഞ്ഞു. സോ ഒബ്വിയസ്ലി ഐ എം ഗോയിങ് ബാക്ക് ടു കേരള. പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഇൻഫർമേഷന് വേണ്ടി ഐ സ്റ്റഡി ഇൻ പഞ്ചാബ് ആൻഡ് ഫൈനൽ ഇയർ, ഫൈനൽ സെമസ്റ്റർ ലോ സ്റ്റുഡൻറ്റ്, 10th സെമസ്റ്റർ ലോ സ്റ്റുഡൻറ്റ് സ്റ്റഡിങ് ഇൻ പഞ്ചാബ് സിറ്റി യൂണിവേഴ്സിറ്റി. അപ്പോൾ പഞ്ചാബിൽ നിന്ന് ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുകയാണ് ഗൈസ്. എക്സാംസ് ഒക്കെ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഞാൻ നാട്ടിലേക്ക് നാട്ടിലേക്ക് പോകുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ദിസ് ഇസ് മീ, ബട്ട് ഇറ്റ്സ് നൈറ്റ്. രാത്രിയാണ്. 1 മണിക്ക് എൻ്റെ ക്യാബ് വരും. ക്യാബ് വന്നു കഴിഞ്ഞിട്ട് ക്യാബിൽ കയറി ഞാൻ നേരെ ചണ്ഡീഗറിലോട്ട് പോവുകയാണ്. ചണ്ഡീഗഡ് എയർപോർട്ടിനായിരിക്കും എൻ്റെ ഫ്ലൈറ്റ്. 7:40 രാത്രി 7:40 എൻ്റെ ഫ്ലൈറ്റ്. സോ 5 മണിക്ക് നേരത്തെ എത്തണമെന്ന് എൻ്റെ പപ്പ പറഞ്ഞു. ഒബ്വിയസ്ലി ബ്രൗൺ ഫാമിലീസ് ആർ ലൈക്ക് ദാറ്റ്. റീച്ചിങ് ദ എയർപോർട്ട് 2 hours ബിഫോർ ദ ഫ്ലൈറ്റ്. ഐ ഡോണ്ട് നോ, ദാറ്റ്സ് പങ്ക്ച്വാലിറ്റി. അപ്പോൾ ഞാൻ 5 മണിക്ക് ചണ്ഡീഗഡ് എയർപോർട്ടിൽ എത്തിയിട്ട് 7:40 ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. ഫ്ലൈറ്റ് എടുത്തിട്ട് ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ വ്ലോഗ് കണ്ട ആൾക്കാർക്ക് ഈ ചുരിദാർ നല്ല പരിചയമായിരിക്കും, എന്നാലും ഞാൻ കാണിക്കാം. എന്നാലും അഗെയിൻ ബൈസെപ്പ് ഫെയിലിയർ. അങ്ങനെ വീഡിയോ അണച്ചപ്പോൾ തന്നെ ക്യാബിലെ വയ്യ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അങ്ങനെ ക്യാബിൽ ചാടി കയറി 3 മണിക്കൂർ ഫുൾ ഉറക്കം. ഉറങ്ങി എണീച്ചപ്പോൾ ചണ്ഡീഗഡ് എയർപോർട്ട് എത്തി. അങ്ങനെ ചെക്കിൻ ബാഗേജൊക്കെ കൊടുത്തു വിട്ടിട്ട് ക്യാബിൻ ലഗേജും കൊണ്ട് ഞാൻ ടെർമിനലിലെ ബോർഡിംഗ് പാസുമായിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ ആക്ച്വലി ചണ്ഡീഗഡിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയിട്ട് ചെന്നൈയിൽ 7 hours സ്റ്റോപ്പ് ഓവർ കഴിഞ്ഞ് വേറൊരു ഫ്ലൈറ്റ് കയറി കൊച്ചി പോകണം. ഇതാണ് എൻ്റെ ട്രാവൽ പ്ലാൻ. അപ്പോൾ ഇത് കണ്ട് മീൻചന്തയോ റേഷൻ കടയോ അല്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ പ്ലെയിനിന് വേണ്ടി. അങ്ങനെ പ്ലെയിൻ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഭയങ്കര ആൾക്കാർ. എൻ്റെ ആണെങ്കിൽ ക്യാബിൻ ലഗേജും കൂടെ നടക്കാൻ പോലും എനിക്ക് വയ്യ. ഞാൻ എങ്ങനെയൊക്കെയോ എഴഞ്ഞ് പ്ലെയിനിൻ്റെ അകത്ത് കയറി. എൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റ് കയറിയപ്പോൾ അത്ര എയർ ടർബുലൻസ് ഒന്നും ഇല്ലായിരുന്നു. നല്ല സമാധാനത്തോടെ പോകാൻ പറ്റി. അങ്ങനെ സമാധാനത്തോടെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡായി കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞ ജാക്കറ്റ് ഇട്ട ഗ്രൗണ്ട് ക്രൂ ചേട്ടനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഫുഡ് വേണം ഗൈസ്. അങ്ങനെ പോകുന്ന വഴിക്ക് നടരാജ് ചേട്ടനെ കണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞാൻ ഡയറക്റ്റ് KFC പോയി. KFC ഉയർ. എനിക്ക് KFC ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ KFC തന്നെ വാങ്ങി. 600 രൂപ പൊട്ടിയെങ്കിൽ കൂടിയും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ സാധാ ലോഞ്ചിൽ പോയി. നമ്മുടെ ബസ് ലോഞ്ചിൽ പോയപ്പോൾ ചാർജ് കുത്തിവെച്ചു ഫോൺ. വെള്ളവും കിട്ടി. വെള്ളം 130 രൂപയാണ് ഗൈസ്. വേദിക്കയുടെ ബിസിലറി വാട്ടർ. സ്വർണ്ണം കൊണ്ടാന്ന് തോന്നുന്നു ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കണ്ണാടി പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കൊന്നും കണ്ണ് കാണാത്തതുകൊണ്ട് ഞാൻ ഫോണിൻ്റെ ക്യാമറയിലാണ് എല്ലാം വായിച്ചെടുത്തത്. പെർക്സ് ഓഫ് ബീങ് എ ബ്ലൈൻഡ് ഗേൾ. തൻ്റെ എൻ്റെ മുമ്പത്തെ ഫ്ലൈറ്റ് ബോർഡിംഗ് പാസ് ചണ്ഡീഗഡ് ടു ചെന്നൈ. അതിനിപ്പോൾ ആർക്കും വേണ്ട. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെന്നൈ ടു കൊച്ചി എന്നുള്ള ബോർഡിംഗ് പാസ്സാണ്. അതുകൊണ്ട് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചു. അയ്യോ, അങ്ങനെ 7 മണിക്കൂർ ഞാൻ ഈ ബസ് ലോഞ്ചിൽ ഇരുന്ന് എൻ്റെ ലഗേജും കെട്ടിപ്പിടിച്ച് ഉറങ്ങി. ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എണീച്ച് കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീച്ചപ്പോഴേ എന്നെ മനസ്സിലായി കൊച്ചിയിലേക്ക് പോകുന്ന എൻ്റെ ഫ്ലൈറ്റ് 104B എന്ന ഗേറ്റിലാണ് വരുന്നത്. അങ്ങനെ ജീവനം കൊണ്ട് ക്യാബിൻ ലഗേജ് വലിച്ചഴച്ച് ഞാൻ കൊണ്ടുപോയി. അങ്ങനെ ഇൻഡിഗയിലെ ബസ് ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഫ്ലൈറ്റിലേക്ക്. ഐ നോ ഐ ലുക്ക് ലൈക്ക് എ ഹോംലെസ് ബോയ് ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാൻ ഹുഡിയൊക്കെ എടുത്തിട്ടു കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റിൽ നല്ല അന്റാർട്ടിക്കയിലുള്ള തണുപ്പായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ ഫ്ലൈറ്റിൽ എനിക്ക് അനുഭവിക്കാൻ വയ്യായിരുന്നത്. ഒരു താല്പര്യമില്ലായിരുന്നു എനിക്കത് അനുഭവിക്കാൻ. സോ ഐ എം ബോർഡിങ് മൈ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്കും സെൽഫി വീഡിയോ എടുത്തു. ബിക്കോസ് എൻ്റെ അടുത്തുള്ള ചേട്ടൻ ഫ്ലൈറ്റ് എടുക്കുന്ന മുന്നേ കിടന്ന് ഉറങ്ങി. അപ്പോൾ ലെസ് സോഷ്യൽ ആങ്സൈറ്റി. ബട്ട് സെക്കൻഡ് ഫ്ലൈറ്റിൽ എനിക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഭാഗ്യങ്ങളൊന്നും ലഭിച്ചില്ല. യൂണിവേഴ്സിന് മൊത്തം എൻ്റെ കൊല്ലണം എന്നുണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് എയർ ടർബുലൻസും മേഘങ്ങളും ഉണ്ടായി. അപ്പോൾ എനിക്ക് ഷൂസ് വയ്ക്കാൻ മുട്ടിയിട്ട് പോലും എൻ്റെ എയർ ഹോസ്റ്റസ് ചേച്ചി സമ്മതിച്ചില്ല. സീറ്റ് ബെൽറ്റ് ഊരിച്ചില്ല. നീ അവിടെ നിന്നാൽ മതി, നീ പാൻറ്റിൽ മൂത്രമൊഴിച്ചാലും കുഴപ്പമില്ല, നീ ടോയ്ലറ്റിൽ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ 1 മണിക്കൂർ പോലും ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് ചെന്നൈ ടു കൊച്ചി. അങ്ങനെ ഞാൻ സേഫ്ലി ലാൻഡായി. ഞാൻ കണ്ട എല്ലാ ദൈവങ്ങളെയും വിളിച്ചു ഗൈസ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ് എന്നൊന്നുമില്ല. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച്
അങ്ങനെ ഞാൻ ബാഗേജ് കൗണ്ടറിൽ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഓടി പോവുകയാണ് ഗൈസ് വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ആർക്കും എന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു കുറേ നാൾ കഴിഞ്ഞ് വന്നതുകൊണ്ട് എല്ലാവരും മറന്നു അവർക്കൊരു മകൾ ഉള്ള കാര്യം. പക്ഷേ കഥയൊക്കെ തുറന്നു തന്നു മമ്മ. സ്നേഹം വിടർത്തുന്ന വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കാട്ടി എക്സൈറ്റ്മെന്റ് നമ്മുടെ ജെഡി കുട്ടനായിരുന്നു ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ടിൽ ദി എൻഡ്. താങ്ക്സ് ഫോർ വേസ്റ്റിംഗ് യുവർ ടൈം വിത്ത് മീ. അങ്ങനെ ഈ വീഡിയോ കണ്ട സ്ഥിതിക്ക് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. ശുഭദിനം.